ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതി 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. വളരെ പ്രസന്നമായ ഒരു സായാഹ്നം. ഒരു കുട്ടി തൻ്റെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കാറ്റുള്ള ഒരു ദിവസം കൂടിയായിരുന്നു അത്. പട്ടം പറന്ന് വളരെ ഉയരത്തിലെത്തിയ ആ കാഴ്ച അവനെ വളരെയേറെ സന്തോഷിപ്പിച്ചു. കുറച്ച് നൂലുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ഉള്ളിലോർത്തു. ഈ സമയം ആ വഴി ഒരു പ്രായമുള്ള മനുഷ്യൻ കടന്നു വന്നു. സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, എന്തേ കുട്ടി നീ ഇങ്ങനെ തുള്ളിച്ചാടാൻ? ഇതാ നോക്ക്, എൻ്റെ പട്ടം അങ്ങ് ഉയരെ പറക്കുകയാണ്, കുട്ടി പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. നിന്റെ പട്ടം ഉയരെ പറക്കുന്നു എന്നതിന് നിനക്ക് എന്തുറപ്പാണുള്ളത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ, അദ്ദേഹം പറഞ്ഞു. കുട്ടിയുടെ മറുപടി ഇതായിരുന്നു, സാർ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ നൂലും ഞാൻ അയച്ചു വിട്ടിരിക്കുകയാണ്. ഇതാ നൂലിൻ്റെ അറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ പിടിച്ചു നോക്കൂ, പട്ടത്തിൻ്റെ ചലനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്കുള്ള ഒരു ചലനം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ കഴിയും. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷനിർഭരമാണ്. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകി അവൻ വെടിപ്പാക്കിയിരിക്കുന്നു. നാം ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ പൈതലാണ്. അവനിൽ നിങ്ങൾ നീതിമാനും വിശുദ്ധനുമായി തീർന്നിരിക്കുന്നു. അതുമാത്രമല്ല, നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും നമുക്കുള്ളതാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച പ്രത്യാശയുടെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കാൽവരി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കപ്പെട്ട മഹാസ്നേഹത്തിൻ്റെ അസദ്വർത്തമാനം ഈ പ്രഭാതത്തിലും വചനധ്യാനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്ന പാതകൾ വിശുദ്ധമായി തീരുവാൻ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നോട്ടങ്ങളെല്ലാം വിശുദ്ധമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഈ പുതിയ ദിവസം ഞങ്ങളെ വഴി നിർത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.